Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഹാൻജിയൻ ടീമാണെങ്കിൽ ഇപ്പൊ പോർട്ടിലേക്ക് എത്തും. പക്ഷെ അവർക്ക് മുൻപ് തന്നെ ആ ഒരു ബ്രൗൺ ഹെയർ ഫ്ലോക്ക് പയ്യൻ ആണെങ്കിൽ അവന്റെ ടീമുമായിട്ട് ട്രെയിനിൽ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവർ പൂർണ്ണമായിട്ടും ആ ഒരു പൊട്ട് പിടിച്ചെടുത്തിരിക്കുകയാണ്. മാത്രമല്ല അവിടെയൊക്കെ സ്പീക്കർ സെറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. ദൂരത്തായിട്ട് ഹാൻജി ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. ഇത്രയും വേഗം അവർ ഇപ്രകാരം ചെയ്യുമെന്ന് അവർ കരുതിയതല്ല. മാർക്കാണെങ്കിൽ ഇപ്പോൾ അവളോട് ചോദിക്കും എന്തുകൊണ്ടാണ് ആ ഫ്ലൈയിങ് ഷിപ്പ് ഒന്നും അവർ നശിപ്പിച്ച് കളയാത്തത്. അതിനവൾ പറയും അവരിതുവരെ നമ്മളിവിടേക്ക് എത്തുന്നുള്ള കാര്യം എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അവർക്ക് ഈ ഫ്ലൈയിങ് ഷിപ്പും നമ്മുടെ ടെക്നോളജിയും ഒക്കെ തന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ അത് നശിപ്പിച്ച് കളയാത്തത്. നമ്മൾ ഇവിടേക്ക് എത്തി നമ്മുടെ ലക്ഷ്യം എയറിനെ തടയുക എന്നതാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞ അടുത്ത നിമിഷം തന്നെ അവർ അതെല്ലാം തന്നെ നശിപ്പിച്ച് കളയുമെന്ന് അവൾ മാർക്കിനോട് പറയും. എന്തെങ്കിലും കാര്യമായിട്ട് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും അവരുടെ ടീംമേറ്റ്സിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. അതിനുശേഷം അവർ പരസ്പരം ഡിസ്കസ് ചെയ്യും. അവിടെയുള്ള എല്ലാവരെയും കൊന്നുകളഞ്ഞാൽ മാത്രമേ ഒരു ഫ്ലൈയിങ് ബോട്ട് അത് അടിച്ചു മാറ്റി നമുക്ക് ഇവിടുന്ന് അവരെ തടയാനായിട്ട് പോകാൻ കഴിയൂ. അതിനെന്തെങ്കിലും ഒരു ഐഡിയ നമ്മൾ കണ്ടെത്തണം. കോണിയാണെങ്കിൽ ഇപ്പൊ ബ്ലാക്ക് മാനെ കാണിച്ചു കൊടുക്കും. അവന്റെ ആ മെറ്റാലിക് പവർ അത് ശരിക്കും നമുക്ക് ആവശ്യമുള്ള സമയമാണ്. ഇവരെല്ലാവരെയും കൊന്നുകളഞ്ഞ അതിന്റെ ഇടയിൽ ആ ബ്ലാക്ക് മാൻ അവനും പെട്ടുപോകും. ബ്ലാക്ക് മാനിന്റെ ആ ഒരു മെറ്റാനിക്സ് പവർ അത് ഉപയോഗിച്ച് വേണം ആ ഒരു വിങ്സ് അതിന് ശരിക്കും നിവർത്താനും അത് യൂസ് ചെയ്യാനും. പിന്നെ മാത്രമേ പൈലറ്റിന് അത് പറത്തി മുകളിലേക്ക് ഉയരാനായിട്ട് കഴിയൂ. നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് സേഫ് ആയിട്ട് പോകുന്നത് വരെ അസുമബിട്ടോ അദ്ദേഹം മരിക്കാനായിട്ട് പാടില്ല. മാത്രമല്ല ഏഗറിസ്റ്റുകളെ ഒന്നും കൊല്ലാതെ തന്നെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുമെന്ന് ചിന്തിക്കണം. അതിനെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് അവരിപ്പോ പരസ്പരം പറയും. ഓപ്പോസിറ്റ് ടീമിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. അവരെ ഒന്നും ഹേർട്ട് ചെയ്യാതെ എങ്ങനെ നമുക്ക് ആ ഫ്ലൈയിങ് ബോട്ട് അത് പിടിച്ചെടുക്കാവുന്ന ആനി ആർമിനോട് ചോദിക്കും. അവനാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അവൻ അങ്ങനെ സൈലന്റ് ആയി തല താഴ്ത്തി നിൽക്കും. ആണെങ്കിൽ തീർത്തു പറയും അങ്ങനെ ഒന്ന് നോക്കിയാൽ നമുക്കത് പിടിച്ചെടുക്കാനായിട്ട് കഴിയില്ല. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയ ഉറപ്പായാലും അവർ നമ്മളെ കണ്ടെത്തി ആ ഒരു ഫ്ലൈയിങ് ബോട്ട് പിടിച്ചെടുക്കുന്നു പറയും. കോണിയാണെങ്കിൽ അവരോട് പറയും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ആ സ്ഥിതിക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ അടക്കം ഇവിടെയുള്ള എല്ലാവരെയും കൊല്ലുന്നത് ശരിയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതിനോട് ഞാൻ യോജിക്കില്ല. കേട്ട് ആനി പറയും അതെ, ഞങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ആ ഒരു മതില് തകർത്ത് നിങ്ങളിൽ ഒരുപാട് പേരെ കൊന്നതിന് ഞങ്ങൾ തന്നെയാണ് കാരണം എന്ന് പറയും. അത് കേട്ട് ട്രെയിനറിനാണെങ്കിൽ മുൻ ബെറിനും അവനോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ആ കാര്യം ഓർത്തെടുക്കുകയാണ്. ആണെങ്കിൽ അവരോട് പറയും നിങ്ങൾ ആരും തന്നെ ഇപ്പൊ ഇറങ്ങി ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്യാബിയെയും പോലെ ഫാൽക്കോയെയും അവരെ രണ്ടുപേരെയും കൂട്ടി സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ ഇരിക്കണം. ഇതിൻ പവർ ഉപയോഗിച്ച് ഉറപ്പായാലും ഞങ്ങളെ കൊണ്ട് പറ്റും പോലെ അവരെ തോൽപ്പിക്കാമെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ പറയും ഞങ്ങളുടെ ആൾക്കാരെ ഇപ്രകാരം നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ നോക്കി നിൽക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. മാത്രമല്ല ഇവിടെ കയ്യിലുള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പിയേഴ്സ് ആണ്. അത് നിങ്ങളുടെ ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ എത്ര വലിയ ടൈറ്റൻ ആണെങ്കിലും നിങ്ങൾ തകർന്നു പോകും. ആണെങ്കിൽ അവരോട് പറയും നമ്മുടെ മുൻപിൽ ഇപ്പോൾ ഒട്ടും സമയമില്ല. അവർ ആ കടല് വളരെ വേഗം ക്രോസ് ചെയ്യാണ്. എത്രയും വേഗം നമുക്ക് എന്തെങ്കിലും ചെയ്ത് അവരെ സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. ഉടനെ മകത്ത് ആണെങ്കിൽ എലനയ്ക്ക് നേരെ ചാടി വീണ് അവളെ പഞ്ച് ചെയ്യാണ്. സത്യം പറ എർണേഗർ അവരിപ്പോ ഏത് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചോദിക്കും. അവൻ നിർത്താതെ അവളെ പഞ്ച് ചെയ്യുന്നത് കണ്ട് എല്ലാവരും അവനെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കും. അകത്താണെങ്കിൽ കൈയെടുക്കും നിന്നെ ഞാൻ കൊല്ലില്ല, മര്യാദയ്ക്ക് അവരിപ്പോ എവിടേക്കാ പോകുന്നതെന്ന് പറ. അതിന് അവള് പറയും ഓ നിങ്ങൾ എന്നെ കൊല്ലില്ലേ, നിങ്ങൾ ആദ്യം എന്നെ മര്യാദയ്ക്ക് നിങ്ങളോടൊപ്പം കൂട്ടിക്കൊണ്ടുപോകും. എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാമെന്ന് പറയും. പാഞ്ചി ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും നമുക്ക് വെറുതെ ഫൈറ്റ് ചെയ്യാൻ സമയമില്ല. എത്രയും വേഗം ആ ഒരു ഷിപ്പ് അത് നമുക്ക് സ്വന്തമാക്കിയേ പറ്റൂ. അകത്താണെങ്കിൽ ഉടനെ ജീനാൻ ടീമിനോട് ഇപ്പൊ സോറി പറയും. ഇന്നലെ നൈറ്റ് ഞാൻ വളരെ മോശമായിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. മാർലെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു കൂട്ടി. ഇതിൽ തെറ്റ് ചെയ്തത് നിങ്ങൾ ആരുമല്ല, വർഷങ്ങൾക്ക് മുൻപുള്ള നിങ്ങളുടെ തലമുറ മാത്രമാണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. പീക്ക്, ആനി, ആർമിൻ, നമ്മൾ ഇനി ആ കാര്യങ്ങൾ പറഞ്ഞ് ഇവരോട് യാതൊരു തരത്തിലുമുള്ള ദേഷ്യമോ വിരോധമോ കാണിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ രക്തക്കറയാക്കിക്കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയും. അത് കേട്ട് അർമിൻ പറയും എന്റെ കയ്യിൽ മറ്റൊരു പ്ലാൻ ഉണ്ട്. കട്ട് ചെയ്ത ചെമ്പമുടിയൻ ഫ്ലോക്ക്. അവനാണെങ്കിൽ കിസറുവിന് പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ലോകം അത് മാറി മറിയാനായിട്ട് പോവാണ്. എർണേഗർ മുഴുവനായിട്ടും ടേക്ക് ഓവർ ചെയ്യും. നിങ്ങൾ ഇനി ഒന്നിനെ കുറിച്ചും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈ ഒരു ഐലാൻഡിന് വേണ്ടി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് മാത്രം ആലോചിക്കുക. ഒരു നല്ല കാര്യം, നിങ്ങളുടെ സൂപ്പർ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് എല്ലാം തന്നെ ഇവിടെയാണ് ഉള്ളത്. അത് വലിയൊരു ബ്ലെസ്സിംഗ് ആണെന്ന് പറഞ്ഞ് അവൻ ആ ലേഡിയെ കളിയാക്കും. ഡിയോമി ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും സത്യത്തിൽ എല്ലാ പ്രോബ്ലവും സോൾവ് ആവാൻ പോവുകയാണെന്നാണ് നീ കരുതിയിരിക്കുന്നത്. പാരഡൈസ് ഐലാൻഡ് മാത്രം ഇനി ലോകത്തുണ്ടാവുന്നതോടുകൂടെ പ്രോബ്ലംസ് എല്ലാം തീർന്നു എന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഒരിക്കലുമല്ല. ലോകത്തുള്ള മനുഷ്യരുടെ എണ്ണം അത് കുറയുന്നു മാത്രമാണ്. അവർക്കിടയിലും ഇനി ഫൈറ്റുകളും ഭിന്നതകളും അതുണ്ടാവും.
അവരങ്ങനെ കാര്യമായിട്ട് കോൺവെർസേഷൻ നടന്ന അതേസമയം ആർമിനും ഫോണിയും അവർ രണ്ടുപേരും ഇപ്പൊ ചെമ്പമുടിയനും ഫ്ലോക്കിനെ വിളിച്ച് ദൂരത്തേക്ക് ചൂണ്ടിക്കാണിക്കും. ആ കാർ ടൈറ്റൻ രക്ഷപ്പെട്ടു പോവാണ്, നമ്മൾ എത്രയും വേഗം അതിനെ പിടിക്കണം. ഫ്ലൈയിങ് ബോട്ടിലൂടെ മാത്രമേ അതിനെ പിടിക്കാനായിട്ട് കഴിയൂ. ആ ബ്ലാക്ക് മാനോട് പറഞ്ഞ് അത് എത്രയും വേഗം റെഡിയാക്കുക. ചെമ്പമുടിയനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. പന്തലേനാണെങ്കിൽ യാതൊരു എക്സ്പ്രഷനും ഇല്ലാതെ നിൽക്കുന്നത് കണ്ട കോണിയും ആർമിനും അവിടെയാണ് ആ ഒരു ഫ്ലൈയിങ് ബോട്ട് ഉള്ളത്, ഞങ്ങൾ അവിടേക്ക് പോവാണ്, നീ എത്രയും വേഗം പിന്നാലെ വരാൻ പറഞ്ഞ് അവർ മുൻപോട്ടേക്ക് ഓടും. അവരാണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടി ഇപ്പൊ ആ ഫ്ലൈയിങ് ബോട്ടിന്റെ തൊട്ടടുത്ത് എത്തുകയാണ്. ഉടനെ സെക്യൂരിറ്റീസ് ആണെങ്കിൽ അവരെ തടയും. ആർമിനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളിത് കാണുന്നില്ലേ, അവർ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം അവരെ തടയണം. സെക്യൂരിറ്റീസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും അവരോട് പറയുന്നില്ല. ആ സമയത്തായിരിക്കും ഫ്ലൈയിങ് ബോട്ടിൽ ഒരുപാട് ബോംബുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ കാണുക. ഓ നോ, ആ ബോംബുകൾ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റ്, നമുക്ക് അതുപയോഗിച്ച് അവരെ പിടിക്കണമെന്ന് പറയും. സെക്യൂരിറ്റീസ് ആണെങ്കിൽ അപ്പോൾ ഒരു വമ്പ ട്വിസ്റ്റ് കൊടുക്കും. നിങ്ങൾ ആക്ച്വലി ആ മാർലിയൻസിന്റെ കൂടെ ചേർന്ന് എറിനേഗറിനെയും ടീമിനെയും സ്റ്റോപ്പ് ചെയ്യാനല്ലേ ശ്രമിക്കുന്നത്, റംബ്ലിംഗ് നിർത്താനല്ലേ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് കേട്ട് അവർ ഞെട്ടും. ഇവരുടെ കൂടെ ഇരുന്ന് ഈ പ്ലാനിംഗ് എല്ലാം കേട്ടതുപോലെയാണ് ആ സെക്യൂരിറ്റീസ് പറയുന്നത്. ഞങ്ങൾക്ക് ആക്ച്വലി അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല, എങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് തള്ളിക്കളയാൻ പറ്റില്ല. അതിന് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കേട്ട് ആർമിനും കോണിയും ആണെങ്കിൽ ഒരു ഓസ്കാർ ആക്ടിങ് ഒക്കെ കൊടുത്ത്, അയ്യോ ഇല്ല, നിങ്ങൾ എന്തായി പറയണേ, എറിനേഗർ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, മാത്രമല്ല ഈ ഐലാൻഡിനെ രക്ഷിക്കുക എന്നത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞങ്ങൾ ഒരിക്കലും പ്രകാരം ചിന്തിക്കില്ല, നിങ്ങൾക്കിത് എങ്ങനെ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റും ചോദിക്കും. അത് കേൾക്കുമ്പോൾ ആ സെക്യൂരിറ്റീസിന് ഒരുപാട് കുറ്റബോധം തോന്നും. അതെ, ഞങ്ങൾക്കും അതിൽ സംശയം ഉണ്ടായിരുന്നു, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. പക്ഷേ കേട്ട കാര്യം അതങ്ങനെ വെറുതെ തള്ളിക്കളയാനായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ എറിനേഗറിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയും. ഓക്കെ, അതൊക്കെ ഇരിക്കട്ടെ, എത്രയും വേഗം നിങ്ങൾ ആ ബോംബുകൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് പറയും. സെക്യൂരിറ്റീസിനാണെങ്കിൽ അപ്പോഴും അർദ്ധ മനസ്സാണ്. പക്ഷെ വേറെ വഴിയില്ലാതെ അവരാണെങ്കിൽ ആ ബോംബുകൾ ഡിഫ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ കോണിക്കും ആർമിനും ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ ടെൻഷൻ അത് കൂടി വരും. കാരണം ആ ബ്രൗൺ ഹെയർ ഫ്ലോക്കിന് എന്തൊക്കെയോ ചില സംശയങ്ങളുണ്ടെന്ന് അവർക്കറിയാം. എങ്ങനെയെങ്കിലും അവനെ കൺവിൻസ് ചെയ്ത് ആ ഒരു ബ്ലാക്ക് മാന്റെ മെക്കാനിക് ഹെൽപ്സ് അത് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഇതുമായിട്ട് മുൻപോട്ടേക്ക് പോകാനും പ്രത്യേകിച്ച് ഫൈറ്റോ അറ്റാക്കോ ഒന്നും ഇല്ലാതെ ഇത് ഇവിടുന്ന് കടന്നുപോയി എറിനേഗറിനെ ടീമിനെ തടയാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്ങനെ അവനെ പ്രോപ്പറായിട്ട് കൺവിൻസ് ചെയ്യാന്ന് അവർ ചിന്തിക്കും. ഇവിടെ ബ്രൗൺ ഹെയർ ഫ്ലോക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്തിനായിരിക്കും ഇപ്പൊ ഇവിടേക്ക് വന്നത്, അവർ ഈ കാണിക്കുന്നതൊക്കെ ഡ്രാമയായിരിക്കോ എന്നിങ്ങനെ അവൻ കാര്യമായിട്ട് ചിന്തിക്കുകയാണ്. അവനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കാര്യമായിട്ട് ചിന്തിച്ച് കുറച്ച് എഞ്ചിനീയേഴ്സിനെയും കൂടെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ ആർമിനാണെങ്കിൽ ആ ഷൂട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് ഞെട്ടുകയാണ്. ആ സമയം സോൾജിയേഴ്സ് അകത്തേക്ക് വരും. കിയോമി അവൾ ആ ബ്രൗൺ ഹെയർ ഫ്ലോക്ക് പയ്യനെ അടിച്ച് താഴെയിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. ഫ്ലോക്ക് ആണെങ്കിൽ വിളിച്ചു പറയും, അവളെ വിടരുത്, എത്രയും പെട്ടെന്ന് പിടിക്കണം. ഉടനെ സോൾജേഴ്സ് ആണെങ്കിൽ അവളെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ മരണം വരെ ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് കിയോമി ആണെങ്കിൽ അവരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം ആണെങ്കിൽ അവിടേക്ക് ചാടി വന്ന് കിയോമിയെ പ്രൊട്ടക്ട് ചെയ്യാനും അവളെ ഹെൽപ്പ് ചെയ്യാനും ശ്രമിക്കുകയാണ്. അത് കണ്ട ആ ബ്രൗൺ ഹെയർ ഫ്ലോക്ക് പയ്യൻ അവൻ വിളിച്ചു പറയും, കോണി, അർമിൻ, മിക്കാസ അവര് 3 പേരും നമുക്ക് ദ്രോഹം ചെയ്യാനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്, എത്രയും വേഗം അവരെ തകർത്ത് കളയണമെന്ന് പറയും. സോൾജേഴ്സ് ആണെങ്കിൽ ഇപ്പൊ അവർക്ക് നേരെ തിരിയാണ്. നമ്മുടെ ആൾക്കാർക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മിക്കാസ ആണെങ്കിൽ ഇപ്പോ കിയോമിയെയും എഞ്ചിനീയേഴ്സിനെയും കൂട്ടി സേഫായി ആ ഒരു ബേസ്മെന്റിലേക്ക് വന്നുകൊണ്ടിരിക്കും. അർമിനും കോണിയും ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കും. അടുത്ത നിമിഷം ഇപ്പൊ തണ്ടർ സ്പിയർ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. മിക്കാസയ്ക്കാണെങ്കിൽ ഇപ്പൊ നന്നായിട്ട് അറിയാം, ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഏകറിസ്റ്റുകളെ എല്ലാം കൊന്നുകളഞ്ഞാൽ മാത്രമേ അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയൂ. അവിടുത്തെ പ്ലാൻ ചെയ്യുന്ന അതേസമയം കുറച്ച് സോൾജിയേഴ്സ് കിയോമി അങ്ങനെ ലോക്ക് ചെയ്യും. ആ സമയം അകത്തും ഹാഞ്ചിയും അവർ രണ്ടുപേരും ചാടി അവിടേക്ക് വന്ന് ആ സോൾജിയേഴ്സിനെ വെട്ടിവെച്ച് താഴെ ഇടുകയാണ്. ഇവിടെ ആർമിനാണെങ്കിൽ ഇപ്പോ ആ ബോട്ട് എടുക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് പുറഞ്ഞ ഒരു സോൾജിയർ ആണെങ്കിൽ അവനെ ഷൂട്ട് ചെയ്യും. അതിനുശേഷം വേറൊരുത്തൻ കോണിക്ക് നേരെ പോയിന്റ് ചെയ്യാണ്, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇവിടേക്ക് വന്നത്, നിങ്ങൾ ചെയ്തത് അത് വലിയ തെറ്റാണെന്ന് പറഞ്ഞ് ആ സോൾജിയറിനാണെങ്കിൽ കോണിയെ ഷൂട്ട് ചെയ്യാൻ കഴിയാതെ അവൻ അങ്ങനെ കരയാണ്. മറ്റൊരു ഭാഗത്ത് മിക്കാസയും മാർക്കും ചേർന്ന് ബാക്കിയുണ്ടായിരുന്ന സോൾജിയേഴ്സിനെ അറ്റാക്ക് ചെയ്യും. ഇവിടെ നമ്മുടെ മിക്കാസ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ബേസ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അവർ ബേസ്മെന്റ് ലക്ഷ്യമാക്കി പോകുന്നുള്ള കാര്യം സോൾജിയേഴ്സ് മനസ്സിലാക്കിയിരിക്കുകയാണ്. ആ ഒരു ബ്രൗൺ ഹെയർ ഫ്ലോക്ക് പയ്യൻ അവനാണെങ്കിൽ ചുറ്റും നോക്കും, ആരെയും കാണാനില്ല. അവരെ ഒരു കാരണവശാലും വിടാൻ പാടില്ല, അവരെ വിട്ടാ അത് വലിയ ദുരന്തത്തിന് കാരണമാവെന്ന് പറഞ്ഞ് ഫ്ലോക്ക് പയ്യനാണെങ്കിൽ അവരെ അന്വേഷിക്കുന്ന അതേസമയം റെയ്നർ ആണെങ്കിൽ അവരുടെ മുൻപിലേക്ക് ഒരു മാസ് എൻട്രി കൊടുക്കും. റെയ്നറിനെ കണ്ട് അവനാണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കാവും. ആ സമയം അവനെ സപ്പോർട്ട് ചെയ്ത് ആനി അവിടേക്ക് വരികയാണ്. അവർ രണ്ടുപേരും ഇപ്പൊ ടൈറ്റൻസ് ആയി മാറും. അത് കണ്ട് അവനാണെങ്കിൽ ഡബിൾ ഷോക്ക്. ഇവിടെ ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരാണെങ്കിൽ പാസൊക്കെ മുറുക്കി പിടിച്ച് നമ്മുടെ ആൾക്കാരുടെ ഫൈറ്റ് കാണും.
പൂരത്തായിട്ട് ലീവായി ആണെങ്കിൽ ആ ഫൈറ്റ് ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആളാണെങ്കിൽ പൂർണ്ണമായിട്ടും ക്യൂർ ആയിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ആളും ഇപ്പൊ അവിടേക്ക് ഇറങ്ങി നല്ലൊരു ഫൈറ്റ് കാഴ്ചവെച്ചേരെ. ഇവിടെ ആർമിനും കോണിയും ആണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ബോട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആർമിന്റെ ബോഡിയിലാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ബുള്ളറ്റ് തറച്ചു കയറി കഴിഞ്ഞു. കോണിയാണെങ്കിൽ ആ സോൾജിയറിനെ മടക്കി പിടിക്കും. ആ സമയത്ത് വേറൊരു സോൾജിയർ അവിടേക്ക് വന്ന് ആ ബോട്ടിലുണ്ടായിരുന്ന ബോംബുകൾ അത് വീണ്ടും റീകണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും, ആ ബോട്ട് അത് തകർക്കാൻ. ആർമിനും കോണിയും അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഫ്രണ്ട്സുകളാണ്, ഇത്ര വേഗം നിങ്ങളത് മറന്നുപോയെന്ന് ചോദിക്കും. ഇവിടെ ആർമിനാണെങ്കിൽ ബർണോൾഡിന്റെ മെമ്മറീസ് അതങ്ങനെ കടന്നു പോവാണ്. ആ സമയം കോണിയാണെങ്കിൽ ഒരു ഗൺ അങ്ങനെ തട്ടിയെടുത്ത് ആ 2 സോൾജേഴ്സിനെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഷൂട്ട് ചെയ്തതിനു ശേഷം കോണി തന്നെ അവരുടെ അവസ്ഥ കണ്ട് പൊട്ടിക്കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.